ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മായി അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ മാത്രം അവിടെ നിന്നാ മതി. അല്ലെങ്കിൽ 3 പേരും കൂടെ അങ്ങ് വിട്ടോ. ഇവരത് കരുതി കൂട്ടി ചെയ്തതമ്മേ. നേരത്തെ അറിഞ്ഞ മുടക്കാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യൂന്ന് കരുതിയിട്ട്. ആ അതെ, കഴിവുണ്ടെങ്കിലേ നീ ഒന്ന് മുടക്കി കാണിക്കുമെന്ന് അമ്മേനോട് പറയുകയും ചെയ്തു. അങ്ങനെ എന്നെ വെല്ലുവിളിച്ച് ഈ വീട്ടിൽ ഒരു ചടങ്ങ് നടക്കണ്ട. എല്ലാം കൂടെ വാരി വലിച്ച് ഞാൻ പുറത്തെറിയും. മുഹൂർത്തം കുറിക്കാൻ വരുന്ന ജോത്സ്യനോ സിദ്ധനോ ഈ വീട്ടിനകത്ത് കാലുകുത്തില്ല. നീ വാടി. പോകുന്നതിന് മുമ്പേ രണ്ടുപേരുടെയും സാധനങ്ങള് ഒരു ഭാണ്ഡത്തിൽ കെട്ടി വെച്ചോ. ഏതായാലും കളരിക്കൽ തറവാട്ടിൽ നമ്മുടെ താമസത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. നിർമ്മലേ, ഇപ്പൊ തന്നെ ദേഹം വേദനിച്ചിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് നമ്മുടെ മോള്. നീ അവളെ ഇനി കൂടുതൽ അബദ്ധങ്ങളിലേക്ക് കൊണ്ട് ചാടിക്കല്ലേ. അച്ഛൻ പറഞ്ഞതിലും കാര്യമുണ്ടമ്മേ. ഒരു കാരണം കാത്തവരെ നിക്ക്. ശരി, വിവാഹത്തിന്റെ തീയതി കുറിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. വിവാഹമൊന്നും നടക്കില്ലല്ലോ. കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കട്ടെ. മുടക്കേണ്ടത് എങ്ങനെയാന്ന് ഞാൻ തീരുമാനിച്ചോളാം. മാണിക്കുഞ്ഞെ, ഈ മുഹൂർത്തം എടുക്കുന്നൊക്കെ കാരണവന്മാര് ചെയ്യേണ്ട കാര്യമല്ലേ? അതിന് നമ്മൾ നിൽക്കേണ്ട ആവശ്യം എന്താ? കാരണവന്മാര് മുഹൂർത്തം എടുത്താലും കെട്ടുന്നത് സാറ് തന്നെയല്ലേ. അപ്പൊ പിന്നെ സാറ് എന്താ കുഴപ്പം? എന്താണ് രണ്ടുപേരും തമ്മിലൊരു തർക്കം? അല്ലമ്മേ, സാറിനൊരു സംശയം. മുഹൂർത്തം എടുക്കുന്നത് കാരണവന്മാരല്ലേ, അതുകൊണ്ട് നമ്മളിവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോന്ന്. ആ, നിങ്ങളിപ്പോ ചെറുപ്പക്കാരാണെങ്കിലും കുറച്ച് കഴിയുമ്പോ കാരണവന്മാരാവേണ്ടവരാ. അപ്പോ കാര്യങ്ങളൊക്കെ കണ്ടുപഠിക്കണം. മുത്തശ്ശി, അച്ഛനവിടെ? നന്ദനെ ഞാനൊരു ക്ഷേത്രത്തിലേക്ക് അയച്ചിരിക്കുവോ. അതെന്തിനാ? അതൊക്കെ ഉണ്ട്. മുഹൂർത്തം എടുക്കുന്ന സമയത്ത് നാഗദേവതകൾക്ക് പൂജ നടത്തണം. അതിനാ നിന്റെ അച്ഛൻ പോയിരിക്കുന്നേ. മുത്തശ്ശി, പോയി എന്റെ കാര്യത്തിലും ജാതകം നോക്കലും പൂജ നടത്തലും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് നമ്മള്, കേട്ടോ. അതൊക്കെ മുത്തശ്ശിയും അച്ഛനും കൂടി വേണ്ട പോലെ ചെയ്തോളും. അതിലെന്തായാലും നീ ഇടപെടണ്ട. ആ, ജോലിസിലെത്തിയല്ലോ. ഞാൻ വൈകിയോ? ഇല്ല, പെൺകുട്ടിയുടെ അമ്മ വരുന്നതേ ഉള്ളൂ. ഇപ്പൊ എത്തും. വരൂ. ഇരുന്നോളൂ. അമ്മേ, നവീന്റെ തലക്കുറി അമ്മയുടെ പെട്ടിയിലല്ലേ വെച്ചിരിക്കുന്നത്? അതൊന്ന് എടുത്തോണ്ട് വരാവോ? ആ, ജോത്സ്യം വന്നായിരുന്നോ? പിന്നെ ജോത്സ്യത്തിൽ ഒരു കാര്യം പറഞ്ഞേക്കാം. കല്യാണത്തിന് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞേക്കണം, വച്ച് താമസിപ്പിക്കരുത്. അതെന്താ ഉദയ, വിവാഹത്തിന് ഇനിയൊരു തടസ്സം? മുഹൂർത്തം കുറിക്കാനല്ലേ ജോത്സ്യർ വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴാണോ പറയേണ്ടത്? അതിന് സുമിത്രേന്ദ്രൻ എത്ര ദേഷ്യപ്പെടുന്നേ? എന്റെ ഉദയേട്ടന്റെ മനസ്സിൽ തോന്നിയതൊന്നു പറഞ്ഞു. കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാതിരിക്കാൻ വേണ്ടിട്ടല്ലേ. അമ്മായി അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ മാത്രം അവിടെ നിന്നാ മതി. അല്ലെങ്കിൽ 3 പേരും കൂടെ അങ്ങ് വിട്ടോ.
ദാ ജ്യോത്സ്യരെ, രണ്ടുപേരുടെയും തലക്കുറിയുണ്ട്. ആഹാ, ജോത്സ്യരെത്തിയിട്ടുണ്ട്. എല്ലാവരും സിത്താരെ കാത്തിരിക്കുക. വരൂ. ആ. പെൺകുട്ടിയുടെ അമ്മയാണ് സിത്താര. അറിയാം, വലിയ ബിസിനസ്സുകാരിയല്ലേ, കണ്ടിട്ടുണ്ട്. എങ്കിൽ പിന്നെ നമുക്ക് മുഹൂർത്തം കുറിക്കാം. ആ ആയിക്കോട്ടെ. അയ്യോ സിത്താരെ, മോളുടെ തലക്കുറി അന്ന് തന്നത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാനത് മറന്നുപോയതാ. എന്തായാലും ഞാൻ കൊണ്ടുവന്നതല്ല. അതിനെന്താ, ഇങ്ങ് തന്നോളൂ. നിർമ്മലേ, ഇതൊന്ന് പൂജാമുറിയിൽ കൊണ്ടുവച്ചേക്ക്. ഓ. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്നൊന്ന് അറിയണമല്ലോ. എന്തായാലും ഈ ജാതകം എന്റെ കയ്യിലിരിക്കട്ടെ. ഞാനത് പറഞ്ഞതിന്റെ ഗുണം കണ്ടോ? മിക്കവാറും ജോത്സ്യം എന്തെങ്കിലും ഒരു കുഴപ്പം പറയും. നോക്കിയോ? പറഞ്ഞാ മതിയായിരുന്നു. ഉത്തമം.